അപ്പൊ എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത്, വളരെ സൂക്ഷിച്ചു കേട്ടോണം ഇത്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല. സംശയം വരാം, അപ്പൊ നീതിമാന്മാരെ കർത്താവിന് വേണ്ടേ? എന്താ ഉത്തരം എന്നറിയാമോ? ഉത്തരം റോമാലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലുണ്ട്, നീതിമാനായി ഒരുവൻ പോലും ഇല്ല. എന്നാ റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം പറയാണ്, ഒരുവൻ പോലും പാപമില്ലാത്തവനില്ല, നീതിമാനായി ഒരുവൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റി, അങ്ങനെ പറയുന്നേ. ഇത് സൂക്ഷിച്ച് മനസ്സിലാക്കണം. ഈ ഫരിസേയർക്ക് എന്തുകൊണ്ടാണ് യേശുവിനെ വേണ്ടാതിരുന്നത്? ഫരിസേയർ ചിന്തിച്ചിരുന്നു തങ്ങൾ നീതിമാന്മാരാണ്. ആർക്കാണ് യേശുവിനെ വേണ്ടത്? ഞാൻ നീതിമാനല്ല എന്ന തിരിച്ചറിവുള്ള ആൾക്കാണ് യേശുവിനെ വേണ്ടത്. അപ്പോസ്തലന്മാർ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ലോകത്തൊരു മനുഷ്യനും നീതിമാനായിട്ടില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം, നമുക്ക് പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. നമ്മൾ റോമാലേഖനം വിശദമായിട്ട് പഠിക്കുമ്പോൾ പൗലോസ്ലീഹ ആദ്യം തകർക്കുന്നത് 1-2 അധ്യായങ്ങളിൽ 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വരെ പൗലോസ്ലീഹ തകർത്ത് കളയുന്നത് നമ്മളിൽ ആരും തന്നെ നീതിമാന്മാരില്ല, നീതിമാന്മാരാണ് എന്ന ബോധ്യത്തെയാണ് തകർക്കുന്നത്. നീതിമാന്മാരില്ല എന്നാണ് സ്ഥാപിക്കുന്നത്.